ഹലോ ഹലോ. അപ്പം ഞാൻ ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റി പക്ഷെ റെഡി ആവാനായിട്ട് പോവുകയാണ്. റെഡി ആയി കഴിഞ്ഞിട്ട് ഇറങ്ങും. ഓട്ടോയിൽ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓട്ടോ കിട്ടുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഓട്ടോ കിട്ടിയിട്ടാണെങ്കിൽ ഓട്ടോ കിട്ടിയിട്ട് ഞാൻ പോവും. ലഞ്ചിന് വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഐ തോട്ട് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെഡി ആവട്ടെ പെട്ടെന്ന്. ഇനി റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. കുറച്ച് നേരമായി എത്തിക്കഴിഞ്ഞ് പിന്നെ പിള്ളേരും ഒക്കെ കളിക്കാൻ പോയിരിക്കുക. രമേശ് അപ്പോൾ പിള്ളേരെ വിളിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചൊക്കെ വ്ളോഗ് ചെയ്തിട്ടുള്ളൂ ഇതുവരെയും. പുറത്ത് പോയപ്പോഴെല്ലാം ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്, അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അങ്ങനെ സമയം പോയി. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു 7:15 ഇപ്പം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ കുളിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ കുളിക്കണം. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ കുറച്ച് സെൽഫ് കെയർ റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ അതും കൂടെ ഷൂട്ട് ചെയ്യാം, ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കാം. ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ സുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ക്ലോത്ത്സ് ഒന്നും വാങ്ങിക്കാനല്ല. ഐ യൂഷ്വലി ഡോണ്ട് ലൈക്ക് ബൈങ് ക്ലോത്ത്സ് ഫ്രം സുഡിയോ. വെസ്റ്റ് സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സുഡിയോ എനിക്കിഷ്ടമല്ല. പക്ഷേ സുഡിയോൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അവരുടെ ഈ കാജൽ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഡാർക്കാണ്. 79 രൂപയേ ഉള്ളൂ. അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ അത് 2 മേടിച്ചു. പിന്നെ എൻ്റെ ക്ലോ ക്ലിപ്സ്, ഇത് പൊട്ടിപ്പോയി എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അത് മേടിച്ചു. ഇതൊരു 2 മേടിച്ചു. ഒരെണ്ണം ഞാൻ ഓൾറെഡി ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ക്ലിപ്പ് മേടിച്ചു. ആൻഡ് പിന്നെ ഇവരുടെ വെറ്റ് വൈപ്സ് മേടിച്ചു. ഇതും എനിക്കിതുപോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ബാഗിനകത്ത് ഇടും. 29 രൂപയാണ് ഒരു പാക്കിന്. അപ്പം അത് ജസ്റ്റ് ബാഗിലിടാൻ നല്ലൊരു സാധനമാണ്. എനിക്കൊന്ന് 10 വൈപ്സോ അങ്ങനെ എന്താണ്ടാണ് ഉള്ളത്. അപ്പം എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ അത് 4 വാങ്ങിച്ചു. 2 വാട്ടർമെലനും 2 കുക്കുംബറും വാങ്ങിച്ചു. പിന്നെ അതും അല്ലാതെ മാളുവിന് അവൾക്ക് ഈ ലിപ്സ്റ്റിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൾക്കൊരു ലിപ് ബാം വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് ചോദിച്ചു തന്നെ എനിക്കൊരു ലിപ് ബാം വാങ്ങിച്ചു തരുമെന്ന്. അപ്പോൾ ഇത് ഞാൻ ഒരു ലിപ് ബാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞാൻ സുഡിയോന്നും മേടിച്ചത്. ഇന്ന് വേറെ ഒന്നും മേടിച്ചൊന്നുമില്ല. വലിയതായിട്ടൊന്നും മേടിക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ഒന്നും ആവശ്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മേടിച്ചാൽ മതിയല്ലോ, അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല വേറെ. പിന്നെന്താ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു
ഒരു 1.5-2 മാസമായിട്ട് ഞാൻ എൻ്റെ ഇത്തിരി കെയർഫുള്ളായിട്ട് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ജെനുവൻലി പറയുവാണെങ്കിൽ എനിക്കതിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ റുട്ടീൻ ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എസെൻഷ്യലി യൂസ് ചെയ്യണത് ഭൂമിക വേദിക്സിൻ്റെ ഓയിലാണ്, അവരുടെ എണ്ണ. പിന്നെ അതല്ലാണ്ട് ഞാൻ റോസ്മേരി ഓയിലും യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ യൂഷ്വലി ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് കാണിച്ചു തരാം ഇത് ചെയ്യാം. പക്ഷേ ഇതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ റോസ്മേരി ഓയിലുണ്ട്, ഈ ഭൂമിക വേദിക്സിൻ്റെ ഓയിലുണ്ട്, പിന്നെ കുറച്ച് കാസ്റ്റർ ഓയിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ തേക്കും. ദാറ്റ് ഈസ് ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കും. ഐ ഡോണ്ട് ഡു ഇറ്റ് എവറി വീക്ക്. ചില സമയത്ത് മറന്നു പോകും, ചില സമയത്ത് സമയം കിട്ടില്ല, ചെയ്യാറില്ല. പക്ഷേ ദിസ് ഇസ് ദ ഓയിൽ ദാറ്റ് ഐ യൂസ്. അതല്ലാതെ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് ഈ നിർവാസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹെയർ ഇതാണ്. അപ്പം ഈ ഹെയർ സിറം, ഹെയർ വൈറ്റൽ സിറം, ഇറ്റ് ഈസ് ഇൻഫ്യൂസ്ഡ് വിത്ത് റെഡൻസിൽ, പ്രോ ക്യാപ്പിൽ, എന്തൊക്കെയൊക്കെയോ, ഐ ഡോണ്ട് നോ. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇത് ഞാൻ വെറുതെ റാൻഡംലി കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ട്യൂട്ടോറിയൽ കണ്ടപ്പം, ആസ് ഇൻ ഒരു സ്ത്രീയുടെ ഹെയർ കെയർ ജേർണി കണ്ടപ്പോൾ അവർ അതിൽ പറയുന്നുണ്ട് അവർ ഈ ഹെയർ ഗ്രോത്ത് സിറം യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ വെറുതെ ആമസോണിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നോക്കി ഈ ഹെയർ ഗ്രോത്ത് സിറം എന്ന് പറഞ്ഞിട്ട് എന്താ ഉള്ളതെന്ന്. അപ്പോൾ അതിൽ കണ്ടതിൽ വലിയ കുഴപ്പമില്ല, റിവ്യൂസും കുഴപ്പമില്ല, പ്രൈസും കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ഇതാണ് ഞാൻ എടുത്തത്. അത് പക്ഷേ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് അത് എന്തായാലും ഞാൻ തലയിൽ തേക്കും. ഞാൻ ഓൾറെഡി 3 ബോട്ടിൽ കഴിഞ്ഞു. അത് കാരണം ചെറിയ ബോട്ടിലാണല്ലോ, അതിലാകെ എത്രയുള്ളത്, ഇറ്റ് ഈസ് എ 50 ml ബോട്ടിലാണ്. ഞാൻ 30 ml ആണോ നോക്കിയതാണ്. 30 ml അല്ല, 50 ml ബോട്ടിലാണ്. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് തീരും നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പം. അപ്പം അതുകൊണ്ട് അതെല്ലാ ദിവസവും ഞാൻ മറക്കാതെ തേക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ആ ഹെയർ സിറം അല്ലാണ്ട് വേറെ ഒരു ഇതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബേക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അഗൈൻ റാൻഡം സെർച്ച് ഓൺ ആമസോൺ. റോസ്മേരി ഓയിൽ പ്ലസ് റൈസ് വാട്ടർ ആൻറ്റി ഹെയർ ഫോൾ ഗ്രോത്ത് തെറപ്പി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ സാധനം. ഇതും കുഴപ്പമില്ല തോന്നുന്നു, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ആസ് എഫക്റ്റീവ് ആസ് ദാറ്റ് സിറം. ഇത് ഞാൻ അത്ര കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മറ്റേത് തേച്ചിരിക്കാനുള്ളൊരു മൂഡില്ലാത്തപ്പോഴോ മറ്റെന്തെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ അത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ മേടിച്ചൊരു സാധനം ഇതാണ്. ഇത് ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ മസാജറാണ്. സോ ഇവിടെ ഒരു കുഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ തിരിയും കേട്ടോ. ആൻഡ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ എണ്ണ തേച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ സിറം ഇട്ടിട്ട് ഈ മസാജർ വെച്ചിട്ട് ഞാൻ മസാജ് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട്. ഇത് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം, ഒന്ന് മുടി കൊഴിയുന്നത് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരുപാട് വ്യത്യാസമല്ല, ഇപ്പോഴും കൊഴിയുന്നുണ്ട്. ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം കൊണ്ടും മുടി ഒട്ടും കൊഴിയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ല വ്യത്യാസമുണ്ട് മുടി കൊഴിച്ചില്ല. പിന്നെ എനിക്ക് നല്ല കട്ടി വന്നതുപോലെ തോന്നുന്നുണ്ട്. നീളം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വെൻ ഐ ലുക്ക് അറ്റ് ഇറ്റ് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഹാസ് ഗ്രോൺ. നീളവും വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനെക്കാട്ടിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യം കുറച്ചും കൂടെ കട്ടി വെച്ചിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് ഭയങ്കര ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് പിന്നെയാണ് എനിക്ക് അതിൻ്റെ വ്യത്യാസം തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ സാധനം കൂടെ ഞാനതിൽ യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ മൾട്ടിവിറ്റമിൻ. എനിക്ക് ഏറ്റവും നല്ല മുടി ഉണ്ടായിരുന്നത് ഒബ്വിയസ്ലി പ്രഗ്നൻസിയുടെ സമയത്ത് ഭയങ്കര നല്ല മുടി ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല കട്ടിയും നല്ല സോഫ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് പല കാരണങ്ങളുണ്ടോ. ഞാൻ പാലക്കാട് ആയിരുന്നു, ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ഞാൻ പാലക്കാടായിരുന്നു. അപ്പോൾ അവിടുത്തെ വെള്ളം ജനറലി മുടിക്ക് നല്ലതാണ്. എനിക്ക് ഭയങ്കര മുടി ഭയങ്കര സോഫ്റ്റ് ആവാറുണ്ട് അവിടുത്തെ വെള്ളത്തിൽ കുളിച്ച്, കമ്പയർഡ് ടു ദ വാട്ടർ ഇൻ ബാംഗ്ലൂർ ഓബ്വിയസ്ലി. പക്ഷേ അത് മാത്രമല്ല, ഞാൻ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമല്ലോ പ്രഗ്നൻസിയുടെ സമയത്ത്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 1 തലയിൽ എണ്ണ തേക്കണം, 2 എനിക്ക് ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇടണം. അപ്പം മോസ്റ്റ്ലി ഞാൻ മറ്റേ ഫേസ് പീലായിരിക്കും ഇടുക.
മോസ്റ്റ്ലി അതായിരിക്കും ചെയ്യുക. കാരണം കുറച്ച് ദിവസമായി അതൊക്കെ ചെയ്തിട്ട് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഐ വോണ്ട് ടു ഡു ദാറ്റ്. പിന്നെ എന്താ, അതൊക്കെ ചെയ്തിട്ട് എണ്ണ ഒക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഇന്ന് രാത്രി തലയിൽ എണ്ണ തേച്ച് കളയും, അല്ലെങ്കിൽ രാവിലെ എണ്ണ തേച്ച് കളയും. അപ്പോൾ ജസ്റ്റ് മേല് കഴുകിയിട്ട് രാവിലത്തേക്ക് എണ്ണ തേച്ച് കളയും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോണത് ഇപ്പം. പിന്നെ ഈ മുടിയുടെ കാര്യത്തിനെ പറ്റിയിട്ട് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, വേറൊരു ഞാൻ ചെയ്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സാറ്റിൻ പില്ലോ കേസസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഈ സാറ്റിൻ പില്ലോ കേസിന് പകരം മറ്റേ സാധാരണ പില്ലോ കേസ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് വീണ്ടും മുടി കൊഴിച്ചിലുള്ളത് പോലെ തോന്നിയത്. അപ്പോൾ ഐ തിങ്ക് ദറ്റ് ദിസ് റിയലി ഡാസ് ഹെൽപ്പ്. കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട്, പക്ഷെ നമുക്കിതൊക്കെ ശരിക്കും യൂസ്ഫുൾ ആണോ ഹെൽപ്ഫുൾ ആണോ എന്ന് അറിയാത്തതുകൊണ്ട് അറിയില്ലല്ലോ. ബിക്കോസ് ഐ തിങ്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് പറയൂല്ലോ. അപ്പം നമുക്കറിയില്ല ഇതൊക്കെ എന്തോരം യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ സത്യമാണെന്നുള്ളത്. അപ്പം അതല്ലാതെ, ആ സാറ്റിൻ പില്ലോ അല്ലാതെ പിന്നെ ഞാൻ വേറൊരു വ്യത്യാസം വരുത്തിയത്, ഇങ്ങനത്തെ ബാൻഡ് വെച്ചിട്ടാണ്, സാറ്റിൻ ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ മുടി കെട്ടുക. ഇതൊരു സാറ്റിൻ ബാൻഡ് വെച്ചിട്ട് കെട്ടും, അല്ലെങ്കിൽ ഈ ക്ലോ ക്ലിപ്പ് ഇട്ടിട്ട് മുടി പൊക്കി വെക്കും. ഇഫ് ഐ നീഡ് മൈ ഹെയർ ഔട്ട് ഓഫ് മൈ ഫേസ്, ക്ലോ ക്ലിപ്പ് വെച്ചിട്ട് ഇടുക ചെയ്യുക. മറ്റേത് ടൈറ്റായിട്ട് പിടിച്ച് കൊണ്ട കെട്ടുന്ന ഐ ട്രൈ മൈ ബെസ്റ്റ് നോട്ട് ടു ഡു ഇറ്റ്. ഏറ്റവും എളുപ്പം ചെയ്യാനുള്ളത് അതാണ്. ഇങ്ങനെ ഒക്കെ കൂടെ പൊക്കി കെട്ടിയിട്ട് കൊണ്ട കെട്ടുന്നതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ. പക്ഷെ അത് മുടിക്ക് ഭയങ്കര കേടാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ വലിഞ്ഞ് പോണതുകൊണ്ട് അത് ഭയങ്കര കേടാണ് എന്ന് പല സമയത്തും സ്ഥലങ്ങളിലും ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് എൻ്റെ മുടി ഭയങ്കരമായിട്ട് തിൻ ചെയ്യണത് പോലെ തോന്നി. എസ്പെഷ്യലി ഈ ഭാഗത്തൊക്കെ മുടിയേ ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐ ഫീൽ എ ലിറ്റിൽ ബെറ്റർ അബൌട്ട് ഹൗ ഇറ്റ് ഈസ്. അപ്പം അതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് ദീസ് പ്രോഡക്ട്സ് ആർ വർക്കിംഗ്. പിന്നെ ഒബ്വിയസ്ലി ഇത് എനിക്ക് വർക്ക് ചെയ്യണത് കൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയണമെന്നേ ഉള്ളൂ. ഇൻ നോ വേ ആം ഐ റെക്കമെൻഡിങ് എനി ഓഫ് ദീസ് പ്രോഡക്ട്സ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇഫ് യു വോണ്ട് ടു സീ ഇഫ് ഇറ്റ് വിൽ വർക്ക്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. നിങ്ങളുടെ ബോഡി ഹെൽത്ത്, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത്, യുവർ സ്ട്രെസ് ലെവൽസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. സോ ഈ പ്രോഡക്ട്സ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വ്യത്യാസം വന്നത് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ദീസ് ഹാവ് ഹെൽപ്ഡ്. സോ ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്കിനി എണ്ണ തേക്കാം. എണ്ണ തേക്കുന്ന കാര്യത്തിൽ ഇതുപോലെ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ഒക്കെ എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്കാൽപ്പിൽ മാത്രമാണ് ഓയിൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ലോണം ചെയ്യണം. ലൈക്ക് യു ഹാവ് ടു മസാജ് നല്ലോണം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങളുടെ മുടിയിൽ അത്ര എണ്ണയുടെ ആവശ്യമില്ല. നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്താണ് നിങ്ങളുടെ ഹെയർ ഹെൽത്ത്. സോ ലെൻസിലൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോലും അവർ പറയാറുള്ളത് സാധാരണ സ്കാൽപ്പിലാണ് നമ്മുടെ അടുത്ത് വാഷ് ചെയ്യാനും ഒക്കെ പറയാറുള്ളത്. സാധാരണ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവരെന്ന് ഞാൻ പറയും, പക്ഷെ അതെന്താന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വീഡിയോസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ജസ്റ്റ് സംസാരിക്കണ ഒരു രീതിയുടെ ഇതാണ്. ഈ അവരെന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കാൻ തോന്നുവാണെങ്കിൽ അത് ബേസിക്കലി ഇതാണ്, ഈ യൂട്യൂബ് വീഡിയോസിൻ്റെ കാര്യം കേട്ടോ പറയണത്. അപ്പോൾ അതന്നെ. അപ്പോൾ സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്യുക. ഐ തിങ്ക് ഈ മസാജ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബിക്കോസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്ത് ഫോമിലാണെങ്കിലും, ഇപ്പം ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ അപ്പോഴേ നേരത്തെ ഒരു മസാജ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ തേക്കുമ്പോൾ മസാജ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് കോൾഡ്, നമ്മൾ മുഖത്തൊക്കെ ഗോഷ ചെയ്യുന്ന പോലെ തന്നെ ഇത് മുടിക്കും ഗോഷ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഈ ഞാൻ കാണുന്ന യൂട്യൂബർ ഉണ്ടല്ലോ, അവരുടെ മുടി എന്ത് നീളത്തിലും എന്ത് കട്ടിക്കുള്ള മുടിയാണെന്നറിയോ. ചിലവർക്ക് നല്ല നീളം ഉണ്ടാവും മുടിക്ക്, പക്ഷെ തീരെ കട്ടി ഉണ്ടാവില്ല. എനിക്ക് അങ്ങനത്തെ മുടിക്ക് ഇഷ്ടമല്ല. കാരണം അതിനെന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് മുടി ഹെൽത്തി ആയിട്ട് തോന്നും വേണമല്ലോ, നീളം മാത്രമല്ല ഹെൽത്തും വേണമല്ലോ മുടിയുടെ. അപ്പം അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കുട്ടിയുടെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആ കുട്ടിയുടെ ഓർമ്മ ഉണ്ടെച്ചാൽ ഞാൻ ആ കുട്ടിയുടെ പ്രൊഫൈല് ഞാൻ ലിങ്ക് ചെയ്യാം കേട്ടോ. ഇവിടെ അവർ പുറത്തുള്ള ഒരാളാണ്, ഇന്ത്യൻ ഒന്നും അല്ല. ബട്ട് ഭയങ്കര അടിപൊളി മുടി, അവരുടെ നല്ല നീളവും നല്ല കട്ടിയും ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ മുടി കണ്ടിട്ട്. അപ്പം അതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് എ ലോട്ട് ഓഫ് വാട്ട് ഷീ ഈസ് സെയിങ് ഹാസ് വർക്ക്ഡ് ഫോർ ഹെർ, ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വർക്ക്സ്
ഫോർ അസ് ഓൾസോ. ഒബ്വിയസ്ലി പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ പുറത്തായതുകൊണ്ട് അവരുടെ പ്രോഡക്ട്സും നമ്മുടെ പ്രോഡക്ട്സും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എൻ്റെ കണ്ണിലെന്തോ വിട്ടു. എനിവേ, പക്ഷേ ഈ മസാജ് ചെയ്യുന്നത് കൊണ്ട് ശരിക്കും നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മസാജ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബിക്കോസ് സർക്കുലേഷൻ കൂടും, മുടിയിൽ തലയിലത്തെ ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഒന്ന്, മസാജ് ആരെങ്കിലും ചെയ്തു തരാനുണ്ട് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, അതിൻ്റെ അത്രയും നല്ലൊരു സ്ട്രെസ് റിലീവർ വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മുടിയിൽ എണ്ണ തേച്ച് തരാൻ അറിയില്ല. എൻ്റെ അനിയത്തിയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇരിക്കപ്പുറത്തേ കിട്ടാറില്ല. ഈ എൻ്റെ തലയിൽ എണ്ണ തേച്ച് തരാൻ പറയും ഞാൻ എപ്പോഴും. പിന്നെ കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്ത് തന്നുകൊണ്ടിരിക്കാൻ പറയും. ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്, നല്ല സ്ട്രെസ് റിലീവറാണ്. അപ്പം ചിലപ്പോൾ ആ സ്ട്രെസ് റിലീഫ് കാരണമായിരിക്കുമല്ലേ മുടി വളർന്നത്, അറിയില്ല. സ്റ്റുപ്പിഡ് ബട്ട് സ്റ്റിൽ. പിന്നെ മുടി എല്ലാ ഇതിലും കണ്ടിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മുടി കൊഴിയാത്തൊരവസ്ഥ ഉണ്ടാവില്ല. യു വിൽ ഡെഫിനറ്റ്ലി ലൂസ് ഹെയർ, ദാറ്റ് ഈസ് നാച്ചുറൽ. പക്ഷെ അതിൻ്റെ എക്സ്റ്റെൻഡ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. എത്ര മുടി കൊഴിയുന്നു എന്നുള്ളതിലാണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ആ സാധനത്തിനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇത് ചെയ്യുമ്പോൾ. പിന്നെ കണ്ടില്ലേ, ഞാൻ ഒക്കെ ഈ സ്കാൽപ്പിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ ലെൻസിൽ ഞാൻ എണ്ണ തേക്കുന്നില്ല തീരെ. ഈ യൂട്യൂബറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവർ ചെയ്യുന്ന വേറൊരു കാര്യം മൈക്രോ നീഡലിംഗ് ആട്ടോ മുടിയിൽ. അവർ നമ്മൾ ഫേസിൽ മൈക്രോ നീഡിൽ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടെ ചെറിയൊരു നീഡിലുള്ള മൈക്രോ ബ്ലീഡിങ്. അത് മൈക്രോ ബ്ലീഡിങ് ഫോർ ഹെയർ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ കിട്ടും അതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് അവർ മൈക്രോ നീഡിൽ ചെയ്യുന്നത് കണ്ടത് ഞാൻ ഒരു വട്ടം ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയില്ല. ആൻഡ് ഇന്നിപ്പോൾ ചെയ്യാൻ എനിക്കത് ചെയ്യാത്ത എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് ആക്ച്വലി ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നുകൊണ്ട് ഞാൻ ഓട്ടോയിൽ പോയതാണ്. ഞാൻ നടക്കും കുറേ ചെയ്തല്ലോ. അപ്പോൾ തലയിൽ നിറയെ ഡസ്റ്റ് ഉണ്ട്. ലൈക്ക് അത് ചളി ഉള്ളതുപോലെ നമുക്കിങ്ങനെ തോന്നൂല്ലോ, നമുക്ക് റഫായിട്ടുണ്ട് മുടിയൊക്കെ. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, മൈക്രോ നീഡിൽ ചെയ്യാനുള്ളൊരു ഇത് തോന്നിയില്ല. കാരണം അത് കുറേ കൂടെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചളിയും ഇതൊക്കെ ഉള്ളപ്പോൾ റിലേറ്റീവ്ലി കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യണം തോന്നും മുടി, സ്കാൽപ്പ്. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ബട്ട് ഇത് നല്ല സുഖമുണ്ട് കേട്ടോ. ഇത് ഇനി നമ്മൾ ഈ സാധനം യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇറ്റ് ഫിറ്റ്സ് നൈസ്ലി ഇൻ ദ പാം ഓഫ് യുവർ ഹാൻഡ്. സ്പോൺസർഡ് പോസ്റ്റ് അല്ല, ആരും സ്പോൺസർ ചെയ്യുന്നില്ല. പക്ഷെ ഐ എം ജസ്റ്റ് സേയിങ് ദാറ്റ് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ബാറ്ററിയൊക്കെ ഇൻ്റർചേഞ്ചബിൾ ഒന്നുമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് ടു ചാർജ് ഇറ്റ്. ഇത് ആക്ച്വലി ചാർജ് ചെയ്യാറായിട്ടുണ്ട്, കുറച്ച് ഇതിന് ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനൊരു കുറച്ച് നേരം മസാജ് ഇത് കൊടുക്കും മുടി, സ്കാൽപ്പിൽ ഞാൻ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതിൽ സിലിക്കൺ ഇത് കണ്ടോ, ഇത് സിലിക്കൺ ബ്രഷസ് ആണ്. സോ യു ആർ ഏബിൾ ടു ആക്ച്വലി ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ക്ലീൻ ഇറ്റ് ഓൾസോ ഇഫ് യു നീഡ് ഇറ്റ്. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ ക്ലീൻ ചെയ്യാനും പറ്റും. അതൊക്കെ അടിപൊളി സാധനമായിട്ട് എനിക്ക് തോന്നി. ഇത് നിങ്ങളുടെ തലയിൽ യൂസ് ചെയ്യുന്നതല്ല, അപ്പോൾ അത് ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ എണ്ണ തേച്ച് കഴിഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ ബാത്റൂമിൽ വന്നിരിക്കുക. ഞാൻ എൻ്റെ എന്താ പറയുക, സ്കിൻ കെയറും കൂടെ ചെയ്യാം. ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതൊന്നും സാധാരണ ചെയ്യാത്തത് കൊണ്ടേ. അപ്പോൾ എനിവേ, ഞാനിപ്പം അടുത്തത് ഞാൻ എൻ്റെ മുഖത്ത് നിറയെ മേക്കപ്പ് ഉണ്ട്. ഇന്നിപ്പോൾ നിറയെന്നല്ല, പക്ഷെ ഇന്ന് പുറത്ത് പോയപ്പോൾ ഇട്ട മേക്കപ്പ് എല്ലാം ഉണ്ട് മുഖത്ത്. ഐലൈനറും മസ്കാരയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാം. അപ്പം ഞാൻ
മുഖമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി അടുത്തത് ഞാൻ ഈ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യണത്. കുറേ ആൾക്കാർക്ക് കുറേ എന്താ പറയുക പ്രശ്നം ഉണ്ടായിരുന്നു അതിന് മുന്നേ, ബിക്കോസ് ഓഫ് ദ ബീഡ്സ് ദാറ്റ് ആർ ദേർ. മേ ബി ഇറ്റ് ഇസ് ബാഡ്, ഐ ഡോണ്ട് നോ. ഐ വിൽ ബി ഓണസ്റ്റ്, എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എനിക്കിത് ഭയങ്കരമായിട്ടും ഹെൽപ്ഫുള്ളാണ്. എൻ്റെ സ്കിൻ ഏറ്റവും നന്നായിട്ട് ക്ലീൻ ആവണതും റിയാക്ട് ചെയ്യാത്തതും ഒക്കെ ആയിട്ട് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ആൻഡ് എന്താണ്, സോ ദിസ് ഇസ് വാട്ട് ഐ യൂസ്. ഐ ഹവ് ബീൻ യൂസിങ് ദിസ് കോളേജ് കാലം തൊട്ടിട്ടേ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെൻ്റെ നേരത്തെയുള്ള വ്ളോഗ്സ് കണ്ടിട്ട് നിങ്ങൾക്കറിയാം ഞാൻ വേറെ പല ഫേസ് വാഷും അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ റിയലി ഓൾവേസ് ഫൈൻഡ് മൈസെൽഫ് കമ്മിങ് ബാക്ക് ടു ദിസ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് മുഖം കഴുകാനായിട്ട്. ഓക്കെ, ഞാൻ മുഖം കഴുകി. ഇനി ഞാൻ എൻ്റെ ഫേസ് മാസ്ക്, അപ്പോൾ ഫേസ് പീലർ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് PHA മിനിമലിസ്റ്റിൻ്റെ ഈ പ്രോഡക്റ്റാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അത് മേടിച്ചിട്ട് കുറച്ചായി. അപ്പം we will use this. അപ്പോൾ തിക്ക് ലെയറാണ് ഇടുന്നത്. ഇതിടുമ്പോൾ ഇനീഷ്യലി നിങ്ങൾക്കൊരു ചെറിയൊരു എരിച്ചിലൊക്കെ തോന്നും കേട്ടോ. കുറച്ച് കഴിയുമ്പം അത് യൂസ്ഡ് ആയിക്കോളും. അപ്പോൾ കുഴപ്പം തോന്നില്ല. അപ്പം ഞാൻ ഫേസ് പീൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകാൻ നേരത്ത് കാണാം കേട്ടോ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പം അന്ന് രാത്രി ഞങ്ങളുടെ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രേഖാചിത്രം കണ്ടു. ഞാൻ ഫിലിം റിവ്യൂസ് ഇടുന്നതിനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? കാര്യം പറയണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും. ടാറ്റ, ബൈ ബൈ.